ആഭിചാരം. ഇപ്പം ഞാൻ ഒരു ഭക്ഷണത്തിൽ ശകലം തന്നു, കഴിച്ചു. എനിക്ക് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ഞാൻ എങ്ങനെ അത് ചിലപ്പോൾ അവിടെ ദഹിക്കാതെ കിടക്കും, 10 വർഷമോ 20 വർഷമൊക്കെ ചിലപ്പോൾ അങ്ങനെ കിടക്കും. അത് ചിലപ്പോൾ ഛർദ്ദിക്കുമ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ മുട്ടയെന്ന് പറഞ്ഞാൽ അതിനകത്തിലെ ആ ചൈതന്യം അവിടെ കിടക്കുന്നത്. അതിനകത്തിലെ ചിലപ്പോൾ അതിനകത്തിലെ മഞ്ഞക്കരു വെള്ളക്കരു എന്നൊക്കെ പറഞ്ഞ സാധനം ഇത് വർഷങ്ങൾക്ക് ശേഷം ഛർദ്ദിക്കുമ്പം ഇത് വെളി വരാറുണ്ട്. ഇത് വെളി പോകുമ്പോഴേ അപ്പം ഇപ്പോൾ തിരുവിഴ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ഛർദ്ദിച്ചപ്പോൾ വിസ്കിയുടെ മണം വന്നു. 10 വർഷമായിട്ട് കുടി നിർത്തിയിട്ട്. അപ്പോൾ അതിൽ കൈവിഷം കൊടുത്തതാണല്ലോ, അവിടെ അങ്ങ് നിൽക്കാൻ വയ്യ വിസ്കിയുടെ മണം കൊണ്ട്. ഇത് സ്ഥിരം അവിടെ നടക്കുന്ന, അവിടെ പോയ ആളുകൾക്ക് അറിയാം, അവിടെ പോകുന്നവർക്കറിയാം. എന്തായിരിക്കും അതിനകത്ത് അവർ ഈ മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു? അതിനകത്തിൽ മന്ത്രം ജപിച്ച് ഈ നെഗറ്റീവ് വൈബ്രേഷണൽ ഫീൽഡ് അതിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് വൈബ്രേഷണൽ ഫീൽഡ് ആ വയറ്റിൽ കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് ആളിനെ ബന്ധനം ചെയ്ത് വെച്ചിട്ട് ആളിനെ എപ്പോഴും ഈ പറഞ്ഞ വെപ്രാളവും പ്രശ്നങ്ങളും ആയിരിക്കും.